റാസ് വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസവം എന്ന വിഷയമാണ്. നമ്മൾക്ക് കുറേ ട്രെയിനിങ്ങുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. എങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാം, വെള്ളത്തിൽ മുങ്ങിയ ഒരാളെ പെട്ടെന്ന് എങ്ങനെ അയാൾക്ക് ബ്രീത്ത് കൊടുക്കുക, എങ്ങനെ അയാൾ ട്രീറ്റ് ചെയ്യാം, ശ്വാസം നിലച്ച് വീണുപോയ ഒരാൾക്ക് എങ്ങനെയാണ് അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, മൊത്തത്തിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്, ആക്സിഡൻ്റ് ആയാലും എങ്ങനെ ചെയ്യാം, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിൻ്റെ വിദഗ്ധരായ ആൾക്കാർ ട്രെയിനിങ്ങുകൾ തരാറുണ്ട്. എന്നാൽ പ്രസവത്തിന് ഇന്ന് ആശുപത്രികളിലൊക്കെ വളരെ അത്യാധുനികമായ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ അധികം ആളുകളും വീടുകളിലാണ് പ്രസവിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് പോലും ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാതെ നമ്മുടെ നാട്ടിലെ വഴികളുടെ സാഹചര്യങ്ങൾ, ദൂരം, കാടിനുള്ളിലൊക്കെ താമസിക്കുന്ന ആളുകൾ, അതുപോലെ നാട്ടിൽ തന്നെ മഴ പെയ്താൽ വഴികളൊക്കെ യാത്ര ദുഷ്കരമായിട്ട് എത്തിപ്പെടാൻ പറ്റാതെ, ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് എത്തിപ്പെടാൻ പറ്റാതെ, വണ്ടി കേടായിട്ട് അല്ലെങ്കിൽ വണ്ടി കിട്ടാതെ കുടുങ്ങിപ്പോയിട്ട് ഒക്കെ ആയിട്ട് പല സംഭവങ്ങളിലും സ്ത്രീകളൊക്കെ വാഹനത്തിൽ പ്രസവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ആശുപത്രികളിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പ്രസവം എന്ന ഒരു കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്കോ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് കൊടുക്കപ്പെടാത്തത്? പ്രസവം എന്നത് അങ്ങനെ ആശുപത്രികളിൽ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത്തരം അനുഭവങ്ങൾ ഒരു വിദഗ്ധരും ഇല്ലാതെ തന്നെ സുഖമായിട്ട്, ആക്സിഡൻ്റലി ആണെങ്കിൽ പോലും സുഖമായിട്ട് പ്രസവിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ചെറിയൊരു അറിവ് കിട്ടിയാൽ, ഒരു പരിശീലനം കിട്ടിയാൽ സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുമെന്ന് നമുക്ക് മറ്റാർക്കും പണയം വെക്കാത്ത ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ. ധൈര്യമുള്ള ഭാര്യ മിസ്നയുടെ വീട്ടിലെ പ്രസവാനുഭവം. ഭർത്താവ് റയീസ് ബഷീർ എഴുതുന്നു. വീട്ടിൽ പ്രസവിക്കാമെന്ന് എനിക്കും മിസ്നയ്ക്കും കഴിഞ്ഞ പ്രസവ സമയം തൊട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയം മുതൽ പ്രസവത്തിന് വേണ്ട സാഹചര്യങ്ങളെക്കുറിച്ച്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, മുൻകരുതലുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഇതൊരു ആഗ്രഹം മാത്രമായിരുന്നു, തീരുമാനമല്ല. കാരണം രോഗിയായ എൻ്റെ ഉമ്മയെയും അവളുടെ ഉമ്മയെയും പൊതുബോധം ഉണ്ടാക്കിയ ഭയം പിടിപ്പെട്ടത് കാരണം അവരെ പ്രയാസപ്പെടുത്താൻ ഞങ്ങൾ ഒരുക്കമായിരുന്നില്ല. പക്ഷേ അള്ളാഹു ആ ആഗ്രഹം ഈ പ്രസവത്തിലൂടെ നിറവേറ്റി തന്നു. വീട്ടിൽ പ്രസവിക്കാൻ കാരണമായ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്ക് നന്ദി. കാരണം 2024 ഏപ്രിൽ 22 പ്രസവിപ്പിക്കാൻ നിർബന്ധിച്ചതായിരുന്നുവല്ലോ. സിസേറിയൻ വേണ്ടിവരുമെന്നും 18 ദിവസത്തിന് ശേഷം 2024 മെയ് 9 രാത്രി 8:30 മിസ്ന നല്ല മനോഹരമായ ഒരു പൊന്നുമോളെ വീട്ടിൽ സുഖമായി പ്രസവിക്കുന്നത്. മിസ്നയുടെ ഗർഭകാലം 3-ാം മാസം മുതൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ സ്വീകരിച്ചു പോന്നിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി 3 തവണ സ്കാൻ ചെയ്തു. ഒക്കെയും ഡോക്ടർ പറഞ്ഞത് പ്രകാരം തന്നെ. ആദ്യ സ്കാൻ 10ാമത്തെ ആഴ്ചയിൽ, 2ാമത്തെ സ്കാനിങ് 21ാം ആഴ്ചയിൽ, 3ാമത്തേത് 36ാം ആഴ്ചയിലും എടുക്കുന്നു. അയണിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഗുളിക കഴിച്ചിരുന്നില്ല. പകരം അതടങ്ങുന്ന ഭക്ഷണം നല്ല രീതിയിൽ കഴിച്ചിരുന്നു. ആ ഗുളിക കഴിക്കുന്നതിനു മുമ്പേ ആ ഗുളികയുടെ ഗുണവും ദോഷവും നന്നായി പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുന്നു. 36ാമത്തെ സ്കാൻ വടകരയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നുമാണ് എടുക്കുന്നത്. പക്ഷേ ആ സ്കാനിൽ AFI
അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് അഥവാ കുട്ടി ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ അളവ് 7.7 ആണുള്ളത്. അത് പ്രകാരം നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഞെട്ടുന്നു. ഉടൻ അഡ്മിറ്റ് ചെയ്യാനും പെട്ടെന്ന് തന്നെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കണമെന്നും പ്രസവിക്കുന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യണമെന്നും ഇതാണ് പ്രോട്ടോകോൾ എന്നും പറയുന്നു. അല്ലെങ്കിൽ കുട്ടി അപകടകരമായ സാഹചര്യത്തിൽ പോകുമെന്നും മറ്റും പറയുന്നു. ഞങ്ങൾ 2 ദിവസത്തെ സമയം ചോദിച്ചു. ഡോക്ടർക്ക് അത് അത്ര ദഹിച്ചില്ല എന്ന് തോന്നി അഡ്മിറ്റ് എന്നെഴുതിയ പ്രിസ്ക്രിപ്ഷനിൽ നോട്ട് വില്ലിംഗ് ഫോർ അഡ്മിഷൻ എന്നെഴുതി കളഞ്ഞു. അവിടുന്ന് ഇറങ്ങി അപ്പോൾ തന്നെ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനിഷ ഷജീവിനെ നേരിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. രാവിലെ തന്നെ അവരെ കാണാൻ പറയുന്നു. ഡോക്ടർ ബിനിതയെ കണ്ട് മിസ്നെ പരിശോധിച്ചു. വാട്ടർ ബ്രേക്ക് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കി. റിസൾട്ടൊക്കെ നോക്കിയതിന് ശേഷം ഭയമില്ലാതെ പേടിപ്പെടുത്താതെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. AFI 5 കുറയുമ്പോൾ പേടിച്ചാൽ മതി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അവരുടെ പ്രോട്ടോക്കോളും പറഞ്ഞു. പ്രസവം എവിടെ നിന്നാണോ ഡോക്ടറിൻ്റെ ചോദ്യത്തിന് ഒട്ടും മടിയില്ലാതെ അതെ എന്ന മറുപടിയും നൽകി. ഒന്നാമത്തെ ഇരട്ട മക്കളെയും രണ്ടാമത്തെ മോളെയും അവിടെ നിന്നാണ് പ്രസവിച്ചത്. ഡോക്ടർ ബിനിത തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. ശേഷം ഒന്നുകൂടെ സ്കാൻ ചെയ്യാനും 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞ് പ്രസവത്തിനായി മെയ് 13 അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞു. 13 റൂം ഇല്ലാത്തത് കാരണം 11 തന്നെ റൂം ബുക്ക് ചെയ്യുകയും ചെയ്തു. സ്കാൻ ചെയ്യാൻ അവിടെയുള്ള 1-ലധികം ഡിഗ്രിയുള്ള സീനിയർ ഡോക്ടർക്ക് എഴുത്ത് നൽകി. സ്കാൻ കഴിഞ്ഞു. ആ റിപ്പോർട്ടിൽ പക്ഷേ AFI 10.2 ഉണ്ടായിരുന്നു. സ്കാൻ റിപ്പോർട്ട്സ് കണ്ടതിന് ശേഷം ഡോക്ടർ ബിനിത 13-ാം തീയതി പ്രസവത്തിന് വരാൻ പറഞ്ഞു. അവിടെ നിന്നും ഇറങ്ങി. തൊട്ടടുത്ത ദിവസം തന്നെ അടുത്തുള്ള ആദ്യം കാണിച്ച ഡോക്ടറിനെ ഒരിക്കൽ കൂടെ കാണാൻ ചെന്നു. അവിടെ ഡോക്ടറെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസവം അവിടെ നിന്നും ആക്കാമെന്ന പ്രതീക്ഷയിൽ ഇക്ര ഹോസ്പിറ്റലിൽ നിന്നും എടുത്ത സ്കാൻ റിപ്പോർട്ട് കാണിച്ചു. നോക്കിയപ്പോൾ തന്നെ ഡോക്ടറുടെ മുഖഭാവം മാറി. ഈ സ്കാൻ തെറ്റാണെന്നും പറഞ്ഞു കളഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ അങ്ങനെ സംഭവിച്ചത് എന്ന എൻ്റെ ചോദ്യത്തിന് ഡോക്ടർ നൽകിയ മറുപടി സ്കാൻ ചെയ്യുന്ന ആളിൻ്റെ പുറകിൽ ഞാൻ പോയി നിന്നിട്ടില്ലല്ലോ എന്നായിരുന്നു. ഇവിടെ നിന്ന് ഒരു സ്കാൻ കൂടി എടുക്കുന്നോ ഡോക്ടർ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് മുഖം കറുപ്പിച്ചു പറഞ്ഞു കളഞ്ഞു. ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിച്ചു. ആദ്യം വടകരയിൽ നിന്നും എടുത്ത സ്കാനിൽ തെറ്റ് സംഭവിച്ചുകൂടെ എന്ന എൻ്റെ ചോദ്യത്തിന് ഡോക്ടർ നൽകിയ മറുപടി ഇല്ല, അവർക്ക് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്നായിരുന്നു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാമെന്നും ഇവിടെയാണെങ്കിൽ ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണം എന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. 11-ാം തീയതി റൂം ബുക്ക് ചെയ്ത ഇക്ര ഹോസ്പിറ്റലിൽ പോകാം എന്ന പ്രതീക്ഷയിൽ പതിവ് പോലെ 18 ദിവസം പിന്നിട്ടു. മെയ് 9 മൂത്ത മക്കളെ 3-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും മെയ് 9 മൂത്ത മക്കളെ 3-ാം ക്ലാസ്സിലും രണ്ടാമത്തെ മോളെ LKGയിലും MCM സ്കൂൾ മയ്യന്നൂരിൽ ചേർക്കാൻ ഞങ്ങൾ എല്ലാവരും പോയിരുന്നു. യൂണിഫോം ഒക്കെ വാങ്ങി ഫുഡ് കഴിച്ചു തിരിച്ചു വരുമ്പോൾ പഴയ അയൽവാസിയും സുഹൃത്തും മുൻ ആശാവർക്കറുമായ മഹിജ ചേച്ചിയെ വില്യാപ്പള്ളി വെച്ച് കണ്ടു. കുറച്ച് സംസാരിച്ചു. 6 മണി കഴിഞ്ഞു വീട്ടിലെത്താൻ. ഏകദേശം 7 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്ന റയീസ്കാന്ന് വിളിക്കുന്നു. നല്ല പെയിൻ ഉണ്ട്, ചിലപ്പോൾ ഇപ്പോൾ പ്രസവിക്കാൻ സാധ്യതയുണ്ട്, കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ എത്താൻ സാധ്യതയില്ല എന്നും പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ യാത്രാമധ്യേ വാഹനത്തിൽ പ്രസവിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പ്രസവിക്കട്ടെ എന്ന ചോദ്യത്തിന് മനസ്സാന്നിധ്യവും കൈവിടാതെ ധൈര്യവും ആത്മവിശ്വാസവും പിന്തുണയും നൽകി. വീട്ടിൽ ഞാൻ എൻ്റെ 8 വയസ്സ് പ്രായമുള്ള ഹൈസം മോനും ഇസ മോളും 4 വയസ്സുള്ള ഇനയ മോളും 2 വയസ്സുള്ള മിലമോളും മാത്രം. ഉമ്മയും ഉപ്പയും അന്നു തറവാട്ടിലായതിനാൽ വീട്ടിൽ പ്രസവിക്കാൻ കുറച്ചുകൂടെ സഹായമായി. ബ്രാക്കറ്റിൽ അവരുടെ ടെൻഷൻ കാണേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ കേൾക്കുന്ന നിലവിളി ഇല്ലാതെ മറ്റു കാട്ടിക്കൂട്ടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് 8:30 ആകുമ്പോൾ 3.5 കിലോക്ക് അടുത്ത് തൂക്കമുള്ള ഒരു പൊന്നുമോളെ പ്രസവിക്കുന്നു. പതിയെ അവളുടെ ബാപ്പയായ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷത്താൽ മോളെ എടുത്ത് മിസ്നയുടെ അടുത്ത് കിടത്തി. അപ്പോൾ തന്നെ കുട്ടി ഒന്ന് നല്ല രീതിയിൽ കരഞ്ഞു. വേണ്ട രീതിയിൽ കുട്ടിയെ വൃത്തിയാക്കിയ ശേഷം സഹായിയായി എൻ്റെ മോൻ ഒപ്പം കൂടി. മക്കൾക്ക് പൊതിയിടാനായി വാങ്ങിയ പുതിയ കത്രിക എടുത്ത് വരാൻ പറഞ്ഞു. ഒപ്പം നൂലും 2 ഭാഗങ്ങളിൽ കൃത്യമായ അളവിൽ നൂൽ കെട്ടിയതിന് ശേഷം പൊക്കിൽ കൊടി കട്ട് ചെയ്തു.
മോളെ ഒന്ന് ഫ്രീ ആക്കി. ശേഷം ഗർഭപാത്രത്തിൽ നിന്നും വരുന്ന പ്ലാസൻ്റെയും കൂടെ വരുന്ന കട്ട പിടിച്ച ബ്ലഡും ഒക്കെ വരാൻ സമയം കൊടുത്തു. അധികം താമസിയാതെ എല്ലാം പുറത്തേക്ക് വന്നു. ബ്രാക്കറ്റിൽ തിരക്ക് കാണിക്കാത്തത് കൊണ്ട് പുറത്തേക്ക് വരേണ്ട സമയത്ത് തന്നെ എല്ലാം പുറത്തേക്ക് വന്നു. കൈയിട്ടു എടുക്കേണ്ട സാഹചര്യം വന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. ബ്രാക്കറ്റ് ക്ലോസ്. വൃത്തി വരുത്തേണ്ടത് ഒക്കെ വൃത്തി വരുത്തി വയറിൽ ചെറിയ ശക്തിയിൽ തുണി വലിഞ്ഞു കെട്ടിക്കൊടുത്തു. 15 മുതൽ ഒരു 20 മിനിറ്റ് കൊണ്ട് മിസ്നയും ഫ്രീ ആയി. അതുവരെ 4ഉം 2ഉം വയസ്സുള്ള മക്കൾ പ്രസവിച്ച മോളെ കാണാൻ കൗതുകം കാണിക്കുമ്പോൾ സെക്യൂരിറ്റിയായി മൂത്ത മോളെ നിർത്തി. അതിനിടയിൽ ബാങ്കും ഇക്കാമത്തും ചെവിയിൽ ചൊല്ലിക്കൊടുത്തു. ഇത്ര ഫീലോടുകൂടി മുമ്പ് എനിക്ക് ഇങ്ങനെ ചൊല്ലാൻ പറ്റിയിട്ടില്ല. എന്തോ അറിയില്ല, അതാവണം മോൾ വല്ലാതെ ആസ്വദിക്കുന്നത് പോലെ തോന്നി. അരമണിക്കൂറിന് ശേഷം എൻ്റെ ഉമ്മയെയും അവളുടെ ഉമ്മയെയും വിവരം അറിയിച്ചു. ഉമ്മയും അടുത്ത വീട്ടിലെ അമ്മായിയും വരുമ്പോൾ മിസ്ന കുട്ടിയെയും എടുത്ത് അടുത്ത റൂമിലേക്ക് പോകുന്നതാണ് കാണുന്നത്. അമ്മായി കരുതിയത് വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുകയാണ് എന്നാണ്. അപ്പോഴാണ് കയ്യിൽ കുട്ടിയെ കാണുന്നത്. ആശ്ചര്യത്തോടെ അമ്മായി കുറച്ചു സമയം ധരിച്ചു നോക്കി നിന്നു. അങ്ങനെ രാവിലെ ആയിരിക്കുന്നു. വീട്ടിൽ സഹായത്തിനായി വരുന്ന സഹോദരിക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കാരണം അന്ന് വന്നില്ല. എനിക്ക് ഓവർ ടൈം എടുക്കേണ്ടി വന്നു. ആശാ വർക്കറെ വിളിച്ചു സന്തോഷം അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഓവർ ടൈം ആയത് കാരണം പറ്റിയില്ല. പക്ഷെ തിരക്കിനിടയിൽ ഞാൻ FBയിൽ കുറിച്ചിട്ട വാർത്ത കണ്ടു. ആശാ വർക്കർ സരള ചേച്ചി വിളിക്കുന്നു, കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ശേഷം FHC ആയഞ്ചേരിയിൽ നിന്നും ഡോക്ടറും HI ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിലുണ്ടാകില്ലേ എന്നും ചോദിച്ചു. ഞാൻ ഓവർ ടൈം ഡ്യൂട്ടിയിലാണെന്ന് അവർക്കറിയില്ലല്ലോ. ഉച്ചയായപ്പോൾ FHCയിലെ ആളുകൾ വന്നു. അവരുടെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒക്കെ വീട്ടിൽ നിന്ന് വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് മിസ്നയെയും കുട്ടിയെയും അവരുടെ സമാധാനത്തിന് വേണ്ടി പരിശോധിച്ചു. കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടറും ഒപ്പമുള്ളവരും പറഞ്ഞു. അവരുടെ ഒരു ലെറ്റർ പാഡിൽ കാര്യങ്ങളൊക്കെ എഴുതി അവരുടെ അതോറിറ്റിയുടെ സീലും വെച്ച് നൽകി. എല്ലാവർക്കും മിഠായി ഞാനും നൽകി. ഇടയിൽ PHN ചേച്ചി കാര്യതമാശയിൽ ഒരു ഏറ്, അപ്പോൾ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടില്ലല്ലോ എന്ന്. തമാശ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, സിസ്റ്റർ അതേക്കുറിച്ച് ടെൻഷൻ ആവണ്ട, പ്രസവിച്ച സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കിട്ടേണ്ടതാണല്ലോ അത്, അവർ അന്വേഷിച്ചു തന്നുകൊള്ളും എന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. വളരെ നിഷ്കളങ്ക രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവൻ സാറിൻ്റെ ഇടപെടൽ സന്തോഷം നൽകി. ആശാ വർക്കർ സരള ചേച്ചി എൻ്റെ സുഹൃത്തു കൂടിയായത് കാരണം ഇടാപോട ബന്ധമാണ്. ശേഷം സ്നേഹ കൂടുതൽ കൊണ്ടാണെന്ന് തോന്നുന്നു. ഡോക്ടർ ഇന്ദിരാ മാഡം ചോദിച്ചു, പ്രസവം നിർത്താൻ തീരുമാനിച്ചില്ലേ എന്ന്. ഞാൻ തീരുമാനിച്ചില്ല, മിസ്നയും തീരുമാനിച്ചില്ല, വേറെ ആരെങ്കിലും തീരുമാനിച്ചോ എന്നറിയില്ല എന്നും പറഞ്ഞു. സ്നേഹക്കൂടുതൽ കൊണ്ട് പ്രസവം നിർത്താൻ കുറേ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അതിന് താല്പര്യം കാണിക്കാത്തത് കാരണം കോപ്പർട്ടി ഇടാൻ ആവശ്യപ്പെട്ടു. അതും വിസമ്മതിച്ചതോടെ ശ്രദ്ധിക്കാൻ ഉപദേശിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ 5 മക്കളോടുള്ള കരുതലിനേക്കാൾ ഡോക്ടർക്ക് ഞങ്ങളുടെ മക്കളോട് ഉണ്ടോ എന്ന് പോലും തോന്നിപ്പോയി. കുറേ മക്കൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഭാവി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് മുമ്പിൽ ഞാൻ നൽകിയ മറുപടി, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എനിക്ക് മക്കളുടെ ഭാവി കാര്യങ്ങൾ തെല്ലും ഭയമില്ല എന്നാണ്. എനിക്ക് ഓവർ ടൈം ആയത് കാരണം കൂടുതൽ പറഞ്ഞിരിക്കാൻ സമയം അനുവദിച്ചില്ല. സന്തോഷത്തോടെ അവരെ പറഞ്ഞയച്ചു. വീട്ടിൽ വന്ന എല്ലാ മെഡിക്കൽ ടീം അംഗങ്ങൾക്കും മനസ്സിൽ തട്ടിയ നന്ദി. ഈ എഴുത്ത് വായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വിമർശകരെ, സഹോദരിമാരെ, സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഗർഭാവസ്ഥയോ രോഗാവസ്ഥയായി കാണരുത്. അതേക്കുറിച്ച് കൃത്യമായ അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ഭയമില്ലാതെ അതിനെ സമീപിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വീട്ടിൽ പ്രസവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായാൽ സ്ത്രീകൾ നല്ല ആത്മധൈര്യം കാണിക്കണം. ഒപ്പം കൂടെയുള്ളവർക്ക് മനസാന്നിധ്യം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനെക്കുറിച്ചുള്ള പ്രാഥമിക അറിവെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. പ്രളയം പോലെ പെട്ടെന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും മറ്റ് അനവധി ദുരന്തങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം മുമ്പ് കാലങ്ങളിൽ നടന്നതുപോലെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും പ്രസവിക്കേണ്ടതൊക്കെ വന്നേക്കാം. നാം എല്ലാം മുന്നിൽ കണ്ട് തയ്യാറാവേണ്ട സാഹചര്യവും ആണ് നമുക്ക് മുന്നിലുള്ളത്. ഒപ്പം നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിലെ ലഭിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 750-ൽ പരം ഗാർഹിക പ്രസവം നടന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട അപകടങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അത് നമ്മൾ അറിഞ്ഞതുമാണ്. 100 കണക്കിന് അപകടങ്ങൾ ആശുപത്രികളിൽ നടക്കുന്നത് നമ്മൾ അറിയുന്നതുമില്ല. ബ്രാക്കറ്റ് ഗാർഹിക പ്രസവം ക്രിമിനൽ കുറ്റമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായ അറിവും കരുതലും ശ്രദ്ധയും ഉണ്ടാകണമെന്നത് നിർബന്ധവുമാണ്. ആശുപത്രികളിൽ പ്രസവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും എത്തിക്സ് മറക്കാത്ത, കച്ചവട താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാത്ത ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ആശുപത്രി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവ തിരഞ്ഞെടുക്കുക. സാധാരണ രീതിയിൽ പ്രസവിക്കുന്നത് താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുകയും നിസ്സാര കാര്യങ്ങൾ പോലും പറഞ്ഞു കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി സിസേറിയൻ അധികരിച്ചു വരുന്നു എന്ന ആശുപത്രികൾക്ക് നേരെ വരുന്ന ആരോപണങ്ങൾക്ക് സർക്കാർ കൃത്യമായ അന്വേഷണം നടത്താൻ തയ്യാറാവണം. പക്ഷേ ഒരു ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രിയിൽ പോലും
പ്രസവാനന്തര സർജറിയുടെ ഭാഗമായി വയറ്റിൽ കത്രിക മറക്കുന്നു, കൈവിരലിന് പകരം നാക്കിൽ സർജറി ചെയ്യുന്നു എന്നിങ്ങനെയുള്ള വാർത്ത വരുന്ന ഈ സാഹചര്യത്തിൽ വീട്ടിൽ പ്രസവിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഗാർഹിക പ്രസവ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അസുഖത്തെക്കുറിച്ച്, നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും അറിവും ഉണ്ടായിരിക്കണം. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് കളയരുത്. പൊതുസമൂഹത്തിന് വലിയൊരു അവബോധം നൽകുന്ന, കുറേ തിരിച്ചറിവുകൾ നൽകുന്ന ഒരു എഴുത്താണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് നമ്മളുടെ ചാനലിൽ അത് അവതരിപ്പിച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.